സർ, ബഹുമാന്യനായ അംഗം പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇന്റർവെൻഷനും സർജിക്കൽ പ്രൊസീജിയറും നടക്കുന്ന ഒരു സർക്കാർ മെഡിക്കൽ കോളേജാണ് സർ. സർ, അവിടെ രാജ്യത്ത് 2023 രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സർക്കാർ ആശുപത്രിക്കുള്ള ദേശീയ പുരസ്കാരം 1ാം സ്ഥാനം ലഭിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിനാണ് സർ. സർ, ഇപ്പോഴും ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യ അംഗങ്ങൾ ഉൾപ്പെടെ ദിവസവും റെക്കമെൻഡേഷനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്. സർ, 10,000 ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. സർ, ഒരു കാര്യം വളരെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. സർ, ചികിത്സയിൽ ഉണ്ടാകുന്ന പിഴവ് തെറ്റായി തന്നെ കാണും, കർശനമായി തന്നെ നടപടി സ്വീകരിക്കും. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ഒരു വിഷയം, അത് ഒരു കുഞ്ഞിന്റെ കൈവിരൽ 6ാം വിരൽ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശസ്ത്രക്രിയയ്ക്ക് പകരം നാവില് ടങ് ടൈഡ് സർജറി, മൈനർ സർജറിയാണ്, എന്നിരുന്നാൽ പോലും അത് ചെയ്തു. അത് തെറ്റാണ് സർ. അത് തെറ്റായി തന്നെ കണ്ടുകൊണ്ട് അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ആ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചു സർ. സർ, എനിക്ക് ഒരു കാര്യം, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന വ്യത്യാസത്തിൽ. അങ്ങനെയല്ല സർ. ഇത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ സർക്കാർ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകളിൽ എല്ലാം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടി വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു വിഷയം സർ, ഈ ചികിത്സാ പിഴവ് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിൽ മാത്രമല്ല, സ്വകാര്യ ആശുപത്രികളിൽ ഉണ്ടാകുന്നുണ്ട്. ചികിത്സാ പിഴവ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് കാണുന്നത്. സർ, 2014 UDFന്റെ അന്നത്തെ ബഹുമാന്യനായ ആരോഗ്യമന്ത്രി ഈ സഭയ്ക്ക് കൊടുത്തൊരു മറുപടി ഉണ്ട് സർ. 2014 എന്ന് പറയുമ്പോൾ 2011 മുതൽ 3 വർഷ കാലയളവിൽ, ആ സർക്കാരിന്റെ കാലയളവിൽ ചികിത്സാ പിഴവ് മൂലം സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണമാണ് പറഞ്ഞത് സർ. ആരോഗ്യ വകുപ്പിൽ 12, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ 5 മരണങ്ങൾ, അതായത് 17 മരണങ്ങൾ ചികിത്സാ പിഴവ് മൂലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു തെറ്റിനെ തെറ്റുകൊണ്ട് അല്ല സർ. സാർ, ഒരു ചികിത്സാ പിഴവ് പോലും ഉണ്ടാകാൻ പാടില്ല, കർശനമായി തന്നെ നേരിടും. നമ്പർ എടുത്ത് നോക്കിയാൽ സാർ ഗണ്യമായിട്ടുള്ള കുറവുണ്ട്. അതിന് കാരണം കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു പോരുന്നതാണ്. ഒരു കാര്യം കൂടെ ഉണ്ട് സാർ. സാർ, ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഈ സർക്കാർ ആശുപത്രികളെ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയകുമാർ ഉൾപ്പെടെയുള്ള കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുത്ത് രോഗിയെ വീട്ടിലെത്തിക്കുന്ന ഡോക്ടേഴ്സ് നമ്മുടെ സംവിധാനത്തിലുണ്ട് സാർ. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് സാർ ഒരു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആദ്യമായി സംസ്ഥാനത്ത് സൗജന്യമായി ആരംഭിച്ചത് സാർ. 40-45 ലക്ഷം രൂപ ചിലവ് വരുന്ന ശസ്ത്രക്രിയയാണ് സാർ. സാർ, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ ഡോക്ടർമാരെയും അതുപോലെ സർക്കാർ ആശുപത്രികളെയും അവർക്ക് വേണ്ടതായിട്ടുള്ള ആത്മവിശ്വാസം പകർന്നു നൽകിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതോടൊപ്പം അതിനേക്കാൾ വളരെ പ്രധാനമാണ് രോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്. എവിടെയെങ്കിലും പിഴവ് കണ്ടിട്ടുണ്ടെങ്കിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി പിഴവ് ഉണ്ടാകാൻ പാടില്ല എന്ന നിലയിൽ തന്നെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ള കർശന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് സർ.